അപ്പൊ ജിന്റെ രാജാവായി കഴിഞ്ഞപ്പോ കസേരകളി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അർജുനും ശ്രീതുമായിരുന്നു ലാസ്റ്റ് കളിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടപ്പോ ശ്രീതു വന്നിരിക്കാൻ നേരത്ത് അർജുൻ അവിടെ കസേര മാറ്റുകയും അങ്ങനെ ശ്രീതു അവിടെ വീഴുകയൊക്കെ ചെയ്തു. കസേര മാറ്റി ഞാൻ വീണു എന്നൊക്കെ പറഞ്ഞിട്ടായിട്ട് ശ്രീതു അർജുനുമായിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ചുമ്മാ തമാശയ്ക്ക് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് കാണിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് അപ്പൊ ജാസ്മിൻ അങ്ങനെ അർജുനായിട്ട് വലിയൊരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊന്നും കാണുന്നില്ല. മറ്റെപ്പോഴും ജാസ്മിൻ അർജുന്റെ അടുത്ത് വന്നിരിക്കാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവർ രണ്ടുപേർക്ക് ഒരു സ്പേസ് കൊടുക്കണയാണോന്നൊന്നും അറിയില്ല. പക്ഷെ ഇവര് കൂടുതലും ഭയങ്കരമായിട്ട് അടുത്തിട്ടുണ്ട്. നേരത്തെക്കാളും ഇപ്പൊ ശ്രീതു ആണ് കുറച്ചുകൂടി അർജുന്റെ അടുത്തേക്ക് എപ്പോഴും ചെല്ലുന്നതായിട്ടും കൂടെ നിൽക്കാൻ വേണ്ടി നോക്കുന്നതൊക്കെ ആയിട്ട് തോന്നുന്നത്. പിന്നെ ഇവർ ഇൻഡയറക്റ്റ് ആയിട്ട് മാനേജർ എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ പ്രപ്പോസ് പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. അർജുൻ എന്തായാലും ജെനുവിൻ ആയിട്ട് തന്നെയാണ് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ശ്രീതുവിന് ഇടയ്ക്ക് മാറ്റവും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് എത്രത്തോളം ശ്രീതു ജെനുവിൻ ആണോ ഫേക്ക് ആണോ എന്നൊന്നും മനസ്സിലായിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പ്രേക്ഷകർക്ക് ശരിക്കും പറഞ്ഞാൽ ശ്രീതുവിന്റെ ക്യാരക്ടർ ഇതുവരെ ശരിക്കും മനസ്സിലാവുന്ന ഒരു രീതിയിൽ ശ്രീതു അവിടെ പെരുമാറിയിട്ടില്ല എന്ന് പറയാം. പല കാര്യങ്ങളും ഓപ്പൺ അപ്പ് ആയി അങ്ങനെ ശ്രീതു അർജുനോടാണെങ്കിൽ പോലും സംസാരിക്കുന്നൊന്നും കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ശ്രീതു ഫേക്ക് ആണ് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ശ്രീതു ഇപ്പൊ ഈ 2 ആഴ്ച നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോംബോ ആണോ ഇത്? കോംബോ എന്തായാലും പുറത്ത് ഹിറ്റ് ആണെന്ന് രണ്ടുപേർക്കും തന്നെ അറിയാം. പിന്നെ എന്താന്ന് വെച്ചാൽ അർജുന്റെ കൂടെ നിൽക്കുമ്പോഴാണ് ശ്രീതുവിനാണെങ്കിലും സ്ക്രീൻ സ്പേസ് ഒക്കെ കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് നിൽക്കുന്നതാണോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ശ്രീതു ജെനുവിൻ ആയിട്ട് അർജുനെ ഇഷ്ടപ്പെട്ട് അങ്ങനെ നിൽക്കുന്നതാണോ അർജുന്റെ കൂടെ എപ്പോഴും?